ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം പോകുന്ന വഴി നാത്തൂനെയും കുട്ടികളെയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ച് ചായയും ഉള്ളിവടയും കഴിച്ചു. നല്ല സോഫ്റ്റ് ഉള്ളിവടയായിരുന്നു. ബാക്കിയുള്ളവരും പഴംപൊരിയും മറ്റും കഴിച്ചു. ഞങ്ങൾ പോകുന്നത് ജബീൽ പാലസ് എന്ന് പറഞ്ഞ പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പാലസിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റില്ല, പുറത്തു നിന്ന് അവിടുത്തെ വ്യൂസൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അവിടെ മയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വെച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പറയാം ആൾക്കാർക്ക്. അപ്പൊ ശരിക്കും ഏതാ? അപ്പൊ ഇങ്ങനെ ആൾക്കാരോട് പറയാ 17 ആരോട് പറയാ? അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു മോളിൽ പോയി. അവിടെ സൈജു കുറുപ്പും സുരാജ് വെഞ്ഞാറമൂടും വരണുണ്ടെന്ന് പറഞ്ഞിരുന്നു. മോഹിനിയാട്ടം എന്ന ഫിലിമിന് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ പ്രിയ താരങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട്. സോ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. പോരാ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയ താരങ്ങൾ സൈജു കുറുപ്പിനെയും സുരാജ് വെഞ്ഞാറമൂടിനെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് ഈ ആവേശം പോരാ. ഏറ്റവും മികച്ച എനർജിയുടെ കാണപ്പെടുന്ന ഒരു വലിയേട്ടനായി വന്ന് ഓൾറെഡി നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. കുറച്ചുകൂടി ആഴത്തിൽ കസേര വിളിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം സൈജു ഏട്ടൻ, സൈജു കുറുപ്പിനെ നിങ്ങളുടെ സ്വാഗതം ചെയ്യാം പ്ലീസ്. മോഹിനിയാട്ടത്തിന്റെ സെലിബ്രേഷൻ വേദിയിലേക്ക് കടന്നു വരികയാണ് മലയാളികളുടെ പ്രിയതാരം സൈജു കുറുപ്പ്. വെൽക്കം സൈജു ഏട്ടാ. ആയൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചിരിക്കുന്ന മോഹങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇവിടെ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മളവിടെ ഇന്ത്യയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വിഷമമുണ്ടായിരുന്ന വ്യക്തിപ്രഭാവം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും സ്വന്തം ഐഡന്റിറ്റി ആയിട്ട് നമ്മുടെ വെഞ്ഞാറമൂടിനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് രാജേട്ടാ. വാട്ട് അബൌട്ട് മോഹിനിയാട്ടം, എങ്ങനെയുണ്ട് റെസ്പോൺസ്? സെലിബ്രേഷൻ ആണ് ഇന്നിവിടെ ദുബായിൽ വെച്ച് ആഘോഷിക്കപ്പെടുന്നത്. മോഹിനിയാട്ടം എന്ന സിനിമയെ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ച് ഇത്രയും ഒരു ഹിറ്റിൽ ചെയ്യണമെന്നാണ് നാളെയുടെ ഓർമ്മകളിലൊക്കെ തന്നെയും ഈ ഒരു രാജ്യപത്രത്തിന്റെ ഒരു ക്രൈസിസ് നേരിട്ട സമയം നമ്മൾ ഒരുമിച്ച് നിന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ സൂചനയുടെ ലക്ഷണമായിട്ട് ഈ ഒരു ചിത്രം നിറഞ്ഞു നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ കേക്കാണ് ഇവിടെ കട്ടിയാൻ വേണ്ടി പോകുന്നത്. വിശിഷ്ടാതിഥികളെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. പ്രേക്ഷകർ ഏറ്റെടുത്ത് വലിയ വിജയമാക്കി മാറ്റിയിരിക്കുന്ന മോഹിനിയാട്ടം ഭരതനാട്യം 2 ഇതൊരു 2 സിനിമകളുടെയില്ല, ഇതിന്റെ തേർഡും ഫോർത്തും ഫിഫ്തും ഒക്കെ ആയിട്ട് മലയാളികൾ കാത്തിരിക്കുക. അത്രമാത്രം ആകാംക്ഷയോടെ ഈ ഒരു കുടുംബത്തിന്റെ കഥ അറിയുന്നതിന് വേണ്ടി വലിയ ഭാഗ്യമാണ് ലഭിച്ചത്. അങ്ങനെയല്ല
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പം അവിടെ എത്തി മക്കൾ സ്കേറ്റിംഗ് ഷൂ ഒക്കെ കൊടുന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവർ കളിച്ചു. അടുത്ത് വന്നാൽ അറിയുന്നില്ല. ഇവിടെ ഉണ്ട് വേറെ ഇന്നത്തെ മനസ്സാ ഫുഡൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ല ഇവിടെ അതാണിത്. അങ്ങനെ അവിടുന്ന് നേരെ വന്നത് മുത്തുവാക്കാൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ക്യാപ്സി ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ റാഷിദിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അതെന്താണ്ടാ ഓ വരാകെ തിരിഞ്ഞോ?